ഇന്ന് വളരെ എളുപ്പത്തിൽ ഒരു അരിമുറുക്ക് എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു ഗ്ലാസ് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതേ ഗ്ലാസ്സിൽ തന്നെ അര ഗ്ലാസ് ഉഴുന്നെടുത്തിട്ട് അത് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി അത് വറുത്തിട്ട് അത് പൊടിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഉഴുന്നുപൊടി കടയിൽ നിന്ന് മേടിക്കാനും കിട്ടും, അത് യൂസ് ചെയ്താലും മതി. അടുത്തത് വേണ്ടത് ഒരു മുറി തേങ്ങ ചിരകിയത്, പിന്നെ 8 ചെറിയുള്ളി, 2 നുള്ളി ജീരകം, കുറച്ച് കറിവേപ്പിൻ്റെ ഇല. ഇത്രയും സാധനങ്ങൾ മിക്സർ ജാറിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം. പേസ്റ്റ് പോലെ അരേണ്ട ആവശ്യമില്ല. അടുത്തതൊരു പാത്രത്തിലോട്ട് പൊടിച്ചു വെച്ചിട്ട് ഉഴുന്നിട്ട് കൊടുക്കാം. 1 ഗ്ലാസ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ ഉപ്പ്, അതിലേക്ക് 1.25 ഗ്ലാസ് തിളച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സ് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ചൂടാറിയതിന് ശേഷം കൈകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുന്ന സമയത്ത് ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എരിവ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. സ്റ്റാർ പോലത്തെ അച്ചിട്ടിട്ടാണ് നമ്മൾ ഈ മുറുക്കുണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നല്ലോണം ചൂടാവുമ്പോൾ ഇതേപോലെ നമുക്ക് ചുറ്റിച്ചിട്ട് കൊടുക്കാം. ആവുന്നതിനനുസരിച്ച് മറിച്ചിട്ടിട്ട് നമുക്കത് വറുത്ത് കോരാം. ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെയാണ് നമുക്കത് വറുക്കേണ്ടത്. അപ്പോൾ ഇതേപോലെ നമുക്ക് കഴിയുന്നത് വരെ ഇതേപോലെ ചെയ്തെടുക്കാം. മുറുക്ക് കംപ്ലീറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നിങ്ങൾക്കത് പൊടിച്ചെടുക്കാം. നിങ്ങൾക്ക് എത്രത്തോളം വലുപ്പമാണ് വേണ്ടിച്ചെങ്കിൽ ആ വലുപ്പത്തിനനുസരിച്ച് പൊടിക്കാം. അപ്പോൾ അങ്ങനെ വളരെ എളുപ്പത്തിൽ നമ്മൾ മുറുക്കുണ്ടാക്കി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്, പിന്നെ നല്ല ടേസ്റ്റുള്ള സംഭവമാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.